അപ്പോളേ 2 ദിവസം മുമ്പ് ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ വീണിരുന്നത് നമ്മുടെ വെട്ടിത്തോട് എല്ലാവരും അറിഞ്ഞിരിക്കും. അപ്പോൾ അന്ന് എല്ലാ വീടിൻ്റെ മുകളിലുള്ള മരങ്ങളും വെട്ടുമാറ്റിയിരുന്നു. എന്നാൽ ഇന്ന് ഞായറാഴ്ച ലീവായതുകൊണ്ട് ഞങ്ങൾ ബാക്കിയുള്ള മരങ്ങൾ കൂടി വെട്ടിമാറ്റാൻ വേണ്ടി പോവാണ്. അപ്പോൾ 2 ദിവസം മുമ്പ് ശക്തമായ കാറ്റില് മരം വീണ് ഒന്നിട്ട് വീട് പൊളിഞ്ഞ ആ വീടാണത്. അപ്പോൾ ഇവിടെ ഇനിയും കുറച്ചും കൂടി മരങ്ങൾ വീടിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ മലപ്പുറം ജില്ലാ ട്രോമാ കെയറിന്റെ പ്രവർത്തകർ വന്നേ വെട്ടിമാറ്റട്ടാ. ഇതൊക്കെയാണ് ഓരോ മരങ്ങൾ. ഇതിനൊക്കെ വലിപ്പം കണ്ടില്ലേ? അപ്പം എല്ലാവരും കൂടി വന്നേ ഈ വീട് വാസയോഗ്യമാക്കുന്നതിന് വേണ്ടി ഈ മരങ്ങളൊക്കെ വെട്ടിമാറ്റാണ്. ഇനി ഒരുപാട് മരങ്ങൾ വെട്ടിമാറ്റാനുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ മേലേക്ക് മരം വീണ് വീടൊന്നായിട്ട് പൊളിഞ്ഞതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ മരം വീണെന്ന് വെട്ടാൻ കഴിഞ്ഞില്ല. കാരണം ഈ ഒരു മൂച്ചിമ്മിലെ വലിയൊരു തേനീച്ചക്കൂണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ കയറി ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും വന്ന് ബാക്കി സ്ഥലങ്ങൾ കൂടിയും വെട്ടിമാറ്റുക കേട്ടോ. മലപ്പുറം ജില്ലാ ട്രോമാ കെയറിന്റെ വേങ്ങര സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകരെ വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീടിൻ്റെ നല്ലൊരു ഭാഗവും പൊളിഞ്ഞിട്ടുണ്ട്. വീടിൻ്റെ മേൽക്കൂരയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോഴും മരങ്ങളൊക്കെ മേലെ തൂങ്ങിക്കൊണ്ട് കാണുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ഏരിയയും കൂടി ഇനി വെട്ടിമാറ്റാനുണ്ട്. നിരവധി മരങ്ങളാട്ടോ ഇവിടെ വീണിട്ടുള്ളത്. എന്ത് തേനീച്ചൻ്റെ പലക നമ്മൾ കണ്ടേക്കണോ ഇവിടെ? അങ്ങനെ ഏകദേശം മൂച്ചിക്കൊമ്പൊക്കെ ഈ ഒരു വീട്ടിൻ്റെ മുകളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇപ്പോഴും നമ്മളെ തേനീച്ച മരം തേനീച്ച ഉണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇതാ പോണോ ഇവിടെ ഒക്കെ ഉണ്ട്. അപ്പം ഇനി ഒരു തെങ്ങും കൂടിയും ഒഴിവാക്കാണ്ട്. ഇപ്പം ഏകദേശം പണി കയ്യാറായിട്ടുണ്ട്. തേനീച്ച അപ്പം ഞാൻ ഒരു തെങ്ങ് കൂടിയും വെട്ടിമാറ്റാണ്ട്. അപ്പം അതിന് വേണ്ടിയുള്ള പണി നോക്കട്ടെ. ഇതുണ്ട് ഈ വീടിൻ്റെ മരങ്ങൾ. ഒരു മൂച്ചി 2 തെങ്ങ് ആണ് ഇതിൻ്റെ മേൽക്ക് വീണിട്ടുണ്ട്. അത് വെട്ടിട്ടുണ്ട്. അങ്ങനെ സംഗതി പ്രശ്നമൊന്നും ഇല്ലാതെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മരങ്ങൾ കൂടി വെട്ടിമാറ്റാൻ വേണ്ടി പോവാണ്.